മത്സരാർത്ഥി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് വിഭാഗം നമ്മളെല്ലാവരെയും പരിഗണിക്കുകയാണ്, ആഘോഷമാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ മോളെ പേരെന്താ? ഏത് ഇവന്റിലായിരുന്നു? ഏതിലാ മത്സരിച്ചതിലാ? എന്താ ചെയ്തത്? ഇപ്പൊ എല്ലാ വേദികളുടെയും പേരെന്താ? സൂര്യകാന്തി, ചെണ്ടുമല്ലി, താമര, ഇങ്ങനെ കുറെ പേരുകളാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ കിട്ടിയത് വിഷയമായിരുന്നു. മത്സരിക്കാൻ ഈ വിഷയമാണ്. എന്തായിരുന്നു ഇതിന്റെ പേര്? ഫ്ലവേഴ്സ്. യെസ്. എന്താ ചെയ്തത്? അപ്പോൾ ഇത് ആദ്യമായിട്ടാണോ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ശരി. അപ്പോ പേര്? ഇതാരാണ്? ഇതുപോലെ വർക്ക് എക്സ്പീരിയൻസിലൊക്കെ പങ്കെടുക്കണ്ടോ? അപ്പം ഭാവിയിൽ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അല്ലേ? എല്ലാത്തിലും ഒരു വാക്കിലാണ് മറുപടി. ശരി. അപ്പൊ രഹനയും അനുജനും ആണ് ചേർന്നത്. അതെ. എന്തായാലും നമ്മുടെ ഈ പുത്തൻപുലരിയുടെ സമയം ഇങ്ങ് അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. എന്തായാലും ഒരുപാട് വാർത്തകൾ നമ്മൾ കൊടുത്തു അല്ലെ? ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർ സമക്ഷം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. കലോത്സവ വേദിയിലെ കുട്ടികളുടെ മികവ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല മറ്റു വാർത്തകളിലേക്ക് പോകാനായി. ഏതായാലും നമ്മളിപ്പോൾ ഉത്സവം തീപാറുന്ന പൊടിപാറുന്ന പൂരത്തിൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. കൃഷ്ണരാജ്, ഇതിൽ എടുത്തു പറയേണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു മത്സരം പുറത്തു വന്നത് തുടർന്ന്, അതായത് ആദ്യം കണ്ണൂരാണ്, തൊട്ടടുത്ത് കോഴിക്കോടുണ്ട്, അതിനുശേഷം ഈ ആതിഥേയരായിട്ടുള്ള തൃശ്ശൂരുണ്ട് എന്നുള്ളതാണ്. യെസ്, തൃശ്ശൂർ സ്വാഭാവികമായിട്ടും കലോത്സവ വേദികളിൽ എപ്പോഴും ആദ്യ സ്ഥാനങ്ങളിൽ വരുന്ന ഒരു ജില്ലയാണ്. തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഇവരൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണ്? 25 വേദികളിലും മത്സരമുണ്ട്. 25ാമത്തെ വേദിയിൽ ചെണ്ടുമല്ലിയിൽ ബാൻഡ് മേളത്തിൻ്റെ ഒച്ച മുഴങ്ങി കേൾക്കും. അപ്പോൾ നമ്മുടെ കലോത്സവ നഗരിയിൽ നിന്നുള്ള പുത്തൻ പുലരി ഇവിടെ പൂർണ്ണമാകാൻ സമയമാവുകയാണ്. 2 മണിക്കൂർ നേരം പ്രേക്ഷകർ ഉത്സവ ലഹരിയിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ രാഷ്ട്രീയ വാർത്തകളിലേക്കൊക്കെ പോയെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കുട്ടികളുടെ മികവായിരുന്നു. ഒന്നുകൂടി പറയട്ടെ, ജനൻ TV മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊരു മത്സരമായിട്ടല്ല, ഉത്സവമായിട്ടാണ്, ഉത്സവാഘോഷമായിട്ടാണ്. ഇവിടെ ജയപരാജയങ്ങളില്ല, എല്ലാവരും ഒരുപോലെ. എല്ലാവരും ആരും തോൽക്കുന്നില്ല, ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നുമില്ല. ജയിക്കുന്നവർ, കൂടുതൽ പോയിന്റ് നേടുന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്.